ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യൂണിറ്റ് 4 ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസിലെ എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഏതൊക്കെ ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ്, റെട്ടോറിക്കൽ മോഡാണ് പിന്നെ എഴുത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഏതൊക്കെ തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ എന്തൊക്കെയാണെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസും ആണ് ഈ ഒരു മോഡ്യൂളിൽ കാര്യമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഷേപ്പിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ, ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഓരോ ഡിസിപ്ലിൻ, അതായത് ഓരോ സബ്ജക്റ്റും അനുസരിച്ചാണ്. ഏതൊക്കെ ടൈപ്സ് ആണ് ഈ ഒരു പിന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നിവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് നരേഷൻ, ഡിസ്ക്രിപ്ഷൻ, ആർഗ്യുമെന്റേഷൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് എഫക്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. ആദ്യം നമ്മൾ നോക്കുന്നത് നരേഷൻ ആണ്. എന്താണ് നരേഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ടെക്സ്റ്റിലെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യം കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ നരേഷൻ എന്നാണ് പറയാ. അതായത് ഒരു 1, 2, 3 എന്ന രീതിയിൽ ആദ്യം നടന്ന സംഭവം ആദ്യം അവതരിപ്പിച്ച് ശേഷം നടന്ന സംഭവം ശേഷം അവതരിപ്പിക്കുന്ന ഒരു നരേഷൻ മോഡലിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നതെങ്കിൽ, അതായത് ഒരു കഥാരൂപത്തിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയാം എന്താണ്, നരേഷൻ എന്നാണ് പറയാം. സോ എ നരേറ്റീവ് ഇസ് എ rhetorical mode suitable for relating a sequence of events or thoughts. Narrative can be classified as fictional and non-fiction. എന്താണ്, ഫിക്ഷണൽ ഉണ്ടാവും, നോൺ ഫിക്ഷണൽ ഉണ്ടാവും. ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ സാങ്കല്പികമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞത്. അത് ജംഗിൾ ബുക്ക് എന്നുള്ളത് അതിനൊരു ഉദാഹരണമാണ്. നോൺ ഫിക്ഷണൽ ഉദാഹരണം എന്താണ്, ഇപ്പോ എന്താണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി ഒക്കെ ഉണ്ട്. അതൊക്കെ നോൺ ഫിക്ഷണലിന് ഉദാഹരണമാണ്. അപ്പോൾ ഫിക്ഷനിലും നോൺ ഫിക്ഷനിലും നരേഷനിലും 2 ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. ഇനി എന്താണ് ഈ റെട്ടോറിക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. റെട്ടോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the way you can adopt to communicate effectively. ഏത് വഴിയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്, അതിനെയാണ് റെട്ടോറിക് അല്ലെങ്കിൽ റെട്ടോറിക്കൽ മോഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓരോ ഓഡിയൻസിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ റെട്ടോറിക്കൽ മോഡ് മാറിക്കൊണ്ടിരിക്കും. റെട്ടോറിക്കൽ മോഡ് റെട്ടോറിക്സിൽ വരുന്ന ഒരു ടൈപ്പാണ് നരേഷൻ, ഡിസ്ക്രിപ്ഷൻ, കമ്പാരിറ്റീവ് കോൺട്രാസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നരേറ്റീവിന്. പിന്നെ ഒരു കഥാരൂപത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഫിക്ഷണൽ നരേറ്റീവിന്റെ എക്സാമ്പിൾ, അതായത് ഇമാജിനേഷൻ ഒക്കെ നിറഞ്ഞ നരേറ്റീവിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറി, നോവല എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോവൽസ് കേട്ടോ. നോവൽ, ഫോക്ലോർ, ഒറേച്ചർ, അതായത് പിന്നെ കഥകളിലൂടെയൊക്കെ പറയുന്ന പിന്നെ പഴംപുരാണങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ എന്താണ്, ഫിക്ഷണൽ നെറേറ്റീവ് ആണ്. നോൺ ഫിക്ഷണൽ നെറേറ്റീവ് ഓട്ടോബയോഗ്രഫി, ലൈഫ് റൈറ്റിംഗ്, ബയോഗ്രഫി, ന്യൂസ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ എസ്സേ, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, റീകൗണ്ട് ഓഫ് ഇൻസിഡൻസ്, ടെസ്റ്റിമണീസ്, കൺഫെഷൻസ്, അതൊക്കെ എന്താണ് നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള നരേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഈ നരേഷൻ ഉണ്ടാകുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി പറയുന്നത്. ഏത് നരേഷനും ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ടായിരിക്കും, അതൊരു കഥ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് സംഭവം, അതിന് പശ്ചാത്തലം അല്ലെങ്കിൽ അതിനൊരു കഥ കൃത്യമായിട്ടുണ്ടായിരിക്കും. ഒരു തുടക്കവും അവസാനവും ഒരു നരേഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണ്, ഏത് ലൊക്കേഷനിലാണ് അത് നടക്കുന്നത് എന്നുള്ളത് എന്താവും, നരേഷന്റെ ഭാഗമായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ക്യാരക്ടേഴ്സ്, അതിലെന്താണ് നായകന്മാരുണ്ടാവും, അതോടൊപ്പം തന്നെ പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ടാവും, ആന്റഗണിസ്റ്റ് ഉണ്ടാവും. പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടർ നായകന്, ആന്റഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നായകന് നേരെ ഓപ്പോസിറ്റ് വില്ലൻ കഥാപാത്രങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. കോൺഫ്ലിക്ട് അല്ലെ, ഒരു കഥയിൽ എന്തുണ്ടാവും, ഒരു കോൺഫ്ലിക്ട്, ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. റെസൊല്യൂഷൻ, അതിനെന്താണ് ഒരു റെസൊല്യൂഷൻ, അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ആരെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും കഥകൾ പറയാം. ചിലപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്റെ അനുഭവത്തിൽ എന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അവൾ ഒരു നല്ല കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ അവൾ ഇത്തരത്തിലുള്ള ആളായിരുന്നു എന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവർ എന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ എന്ന രീതിയിൽ, ഞാൻ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, കഥ പറയുന്നു. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി ഓർ ഷീ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദേ എന്ന രീതിയിൽ കഥ പറയുന്നതിനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നരേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതിന്റെ കുറച്ചൊരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, ഇനി നരേറ്റീവ് എസ്സേക്ക് പറ്റി കുറച്ച് ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കാം.
അത് കുറച്ച് എല്ലാ ഭാഗത്തും കുറച്ച് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. MK ഗാന്ധി എൻ ഓട്ടോബയോഗ്രഫി അതിന്റെ എക്സാം അത് പിന്നെ നരേഷൻ ഒരു എക്സാമ്പിൾ ആണ്. ജോർജ് ഓർവെലിന്റെ ഷൂട്ടിംഗ് ആൻഡ് എലിഫന്റ് എന്നുള്ളത് നരേഷൻ എക്സാമ്പിൾ ആണ്. ഹെൻറി ലൂയിസ് ഗേറ്റ്സ് ജൂനിയർ വാട്ട്സ് ഇൻ എ നെയിം, പേരിൽ എന്തിരിക്കുന്നു എന്നുള്ള ഒരു ഭാഗം, അതൊക്കെ ഒരു നരേഷൻ എക്സാമ്പിൾ ആണ്. ഇനി ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു റെട്ടോറിക്കൽ മോഡാണ്. ഡിസ്ക്രിപ്ഷന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ആളുകളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതിനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു അനുഭവത്തെ അല്ലെങ്കിൽ ഒരു നമ്മൾ അനുഭവിച്ച ഒരു കാര്യം ബാക്കിയുള്ള ആളുകൾക്കും നമ്മൾ അനുഭവിച്ച അതേ രീതിയിൽ എന്ത് ചെയ്യുന്നു, എത്തിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ് എന്ത്, ഡിസ്ക്രിപ്ഷൻ. അതായത് കാണാത്ത ഒരാൾക്ക് നമ്മൾ ഒരു നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാത്ത ഒരാൾക്ക് ആ നാടിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കില്ലേ. അതായത് അവിടുത്തെ ഉള്ള ഓരോ കാര്യങ്ങൾ, അവിടെയുള്ള പച്ചപ്പ്, അവിടെയുള്ള പുഴകളായിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഒരു വിഷ്വൽ എലമെന്റ് എന്ത് ചെയ്യും, അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവതരണത്തെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതാണ് എബിലിറ്റി ടു ഡിസ്ക്രൈബ് തിങ്സ്, പീപ്പിൾ ഓർ ഇവന്റ്സ് is an important skill communication in life as well as career. You are likely to come across many situations when you are asked to describe something. അല്ലെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഡിസ്ക്രൈബ് ചെയ്യാൻ വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അത് ഈ ഡിസ്ക്രിപ്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണിത് സൈറ്റ്, നമ്മൾ കണ്ട കാര്യങ്ങൾ, സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച് അല്ലെ. ചില ആളുകളൊക്കെ എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പോയ ഒരു അനുഭവമൊക്കെ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം അവർ അത്രത്തോളം മനോഹരമായിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ റെട്ടോറിക്കൽ മോഡാവുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ അതേപോലെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, റീഡേഴ്സിന് ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുന്നതിനാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇതിൽ രണ്ട് തരം ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനും മറ്റൊന്ന് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ്, അവരുടെ പിന്നെ അവർ കണ്ട കാഴ്ചകൾ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതോടൊപ്പം തന്നെ അവർ കണ്ട കാഴ്ചകൾ അവർ പിന്നെ അനുഭവിച്ച പിന്നെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിക്കോട്ടെ, അവർ കേട്ട കാര്യങ്ങളായിക്കോട്ടെ, അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ക്വാളിറ്റീസ് ഒക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത്, ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന്റെ പിന്നെ അതിലുള്ള എന്താണ്, നമ്മൾ കണ്ട കാഴ്ചകൾ അതേപോലെ അവതരിപ്പിക്കുന്ന കാര്യത്തിനാണ് ഇവിടെ. അത് ഇല്ലസ്ട്രേഷനും ഫോട്ടോഗ്രാഫ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ട കാര്യങ്ങൾ അതേപോലെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു, പേഴ്സണൽ ഇമോഷൻസിനെ, അതായത് ഇപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഇമോഷണൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ഥലം, അത്തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിനെന്താ പറയാ, അതിനെ സബ്ജക്റ്റീവ് എന്നാണ് പറയാം. അപ്പോൾ ദ യൂസ് ഓഫ് ഒബ്ജക്റ്റീവ് ഓർ സബ്ജക്റ്റീവ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ പർപ്പസ്. ഇഫ് യു വാണ്ട് ടു ഇൻഫോം യുവർ ഓഡിയൻസ് യു നീഡ് ടു റൈറ്റ് ഒബ്ജക്റ്റീവ്ലി. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഓഡിയൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു എഴുത്ത് എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് നിങ്ങൾ ഒരു എഴുത്ത് എഴുതണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഒബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എഴുതേണ്ടതാണ് എപ്പോഴാണ്, നിങ്ങൾ എപ്പോഴും ഒരു ആളുകൾക്ക് വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷൻസിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സബ്ജക്റ്റീവ് സ്റ്റൈലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. നിങ്ങളുടെ അസൈൻമെന്റിന് അനുസരിച്ച് എന്ത് ചെയ്യണം, അതിന്റെ ലെങ്ത് തീരുമാനിക്കുന്നത് നിങ്ങളെ അസൈൻമെന്റ് അനുസരിച്ച്, എത്ര നീളം വേണം, എത്ര കണ്ടന്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ടോപ്പിക് അനുസരിച്ചാണ്. പിന്നെ there are two types of description എന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും. പിന്നെ dominant impression or effect serves as the thesis of your descriptive writing. The thesis statement in a descriptive writing can be explicit or implied. എന്താണ് thesis statement എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തിനെ കുറിച്ചാണ് ഈ എഴുത്ത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, പറയണം. പിന്നെ അറേഞ്ച് യുവർ ഡിസ്ക്രിപ്ഷൻ ഇൻ ക്രോണോളജിക്കൽ ഓർ സ്പാച്വൽ ബേസ്ഡ് ഓൺ ഫിസിക്കൽ പൊസിഷൻ ഓർഡർ. അതായത് കൃത്യമായിട്ടുള്ള ആദ്യം നടന്ന കാര്യങ്ങൾ ആദ്യം പറയാം, അല്ലെങ്കിൽ ആദ്യം കണ്ട കാര്യങ്ങൾ ആദ്യം പറയാം, അല്ലെങ്കിൽ പിന്നെ ഫിസിക്കൽ പൊസിഷന്റെ ആദ്യം പിന്നെ ഞാൻ പോയത് അതാണ്, അല്ലെങ്കിൽ ആദ്യം ആ രീതിയിൽ എന്ത് ചെയ്യാം, ഫിസിക്കൽ പൊസിഷന്റെ ഒരു ഓർഡറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ എങ്ങനെ പറയണം എന്നുള്ളത് നിങ്ങളുടെ ഇതാണ്. പിന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയവുമായി ബന്ധപ്പെട്ട സൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്, അതിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പിന്നെ ഉണർത്തുന്ന രീതിയിലുള്ള വിവരണമാണ്
പിന്നെ ഡിസ്ക്രിപ്ഷന്റെ ഭാഗമായിട്ട് വേണ്ടത്. പിന്നെ ആക്റ്റീവ് വേർബ്സ് ഉപയോഗിക്കണം ഒരു നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫിഗറേറ്റീവ് ലാംഗ്വേജ്, പിന്നെ അതായത് നമുക്കറിയാം ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സിമിലി മെറ്റാഫർ ഒക്കെ ഉണ്ടല്ലോ, അതായത് ഫിഗേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് വേറെ ലൈനായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്തിട്ട് പറയുന്നു. വേറെ ഇപ്പൊ ഞാൻ കണ്ട സ്ഥലം എന്താണ്, പിന്നെ അതുപോലെയായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വർണ്ണനകളോട് കൂടിയിട്ട് പറയാം. അത് എപ്പോ സബ്ജക്റ്റീവ് ആണെങ്കിൽ. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ വർണ്ണനകളും കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇനി ഡിസ്ക്രിപ്റ്റീവ് എസ്സേക്ക് ടോപ്പിക് ആണ് നിങ്ങളുടെ ക്യാമ്പസ്, യുവർ വില്ലേജ്, ലാബ് എക്സ്പീരിയൻസ്, ഡിസൈൻ ഓഫ് ബിൽഡിംഗ്സ്, പ്ലേസ്, വാർ, ഡ്രീം, നൈറ്റ്മെയർ, ഗാഡ്ജറ്റ് ലൈക്ക് ക്യാമറ, സ്പോട്ട് ഓഫ് യു എൻജോയ് പ്ലേയിങ് ഓർ വാച്ചിങ്. അതൊക്കെ എന്താണ് ടോപ്പിക് ആയിട്ട് എടുക്കാം. പ്ലീസിങ് ഓർ അനോയിങ് പേഴ്സണാലിറ്റി, an art gallery, painting, a character in a book, an institution, condition of a patient, consumer behavior, a musical album, a natural scene. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ ടോപ്പിക് ആയിട്ട് എടുക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി അതിനുള്ള എക്സാമ്പിൾസ് ആണ്, അതൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ കണ്ട ഇതിൽ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു അനുഭവം, ആ ഒരു സിറ്റുവേഷന്റെ അനുഭവം നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഉള്ളത്. ഓക്കെ, അതൊക്കെ ആവശ്യമുള്ളവർ പൗസ് ചെയ്ത് വായിച്ചു വെക്കുക. ഞാൻ ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾ കോളേജിലും പിന്നെ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, കോളേജിൽ പോകുന്നവർക്കൊക്കെ അറിയാം, ഈ ഒരു ക്ലാസ് എടുക്കുന്നത് 4ഉം 5ഉം 6ഉം ക്ലാസ് ഒക്കെ എടുത്തിട്ടാണ്. നമ്മളിത് ഒറ്റ ക്ലാസ്സിലാണ് പൂർത്തിയാക്കുന്നത് കേട്ടോ. പിന്നെ ഇല്ലിസ്ട്രേഷൻ ആണ്. ഇല്ലിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ സഹിതം കാര്യങ്ങൾ പറയുന്നതിനാണ് ഇല്ലിസ്ട്രേഷൻ എന്ന് പറയാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് എക്സാമ്പിൾസും പിന്നെ ഫോട്ടോഗ്രാഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ അതിനൊപ്പം ചേർത്ത് പറയുന്നതിനാണ് ഇല്ലിസ്ട്രേഷൻ എന്ന് പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഏരിയയുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫ് കാണിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാപ്പോ കാര്യങ്ങളൊക്കെ കാണിച്ച് അതിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ സംസാരിക്കുന്നതിനാണ് ഇല്ലിസ്ട്രേഷൻ എന്ന് പറയാം. ഇല്ലിസ്ട്രേഷന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Like many other writing styles, illustration does not have a well-defined pattern. കൃത്യമായിട്ട് ഒരു പാറ്റേൺ ഒന്നുമില്ല. However, there are commonalities in the objective and methodology of many illustrative work. എന്താണ് ഒബ്ജക്റ്റീവ് ഒക്കെ ചിലപ്പോൾ അതിന്റെ എഴുതുന്ന ലക്ഷ്യം എന്നുള്ളത് പലപ്പോഴും ബാക്കിയുള്ള പാറ്റേൺ പോലെ തന്നെ സെയിം ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഒരു പാറ്റേണോ കാര്യങ്ങളോ ഇല്ല. ദ എക്സംപ്ലിഫിക്കേഷൻ ഈസ് സംടൈംസ് യൂസ്ഡ് ടു റെഫർ ടു ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗ്. എന്താണ് എക്സംപ്ലിഫിക്കേഷൻ എന്നുള്ള ഒരു വേർഡും ഇതിന് ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വെൻ യു റൈറ്റ് എസ്സേസ് യൂസിങ് എക്സംപ്ലിഫിക്കേഷൻ ഓർ ഇല്ലുസ്ട്രേഷൻ യു മേക്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗിവ് എക്സാമ്പിൾ ഫോർ ഈച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾ എന്ത് പറയുന്ന സമയത്ത് ഇല്ലുസ്ട്രേഷൻ മോഡലാണ് നിങ്ങൾ എഴുതുകയെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ശീലം ഉണ്ടാകും. അതാണ് ഇല്ലുസ്ട്രേഷൻ. കുറച്ചുകൂടി ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു പിന്നെ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇല്ലുസ്ട്രേഷന്റെ see the two sentences given here. A number of ragging cases were reported on the reopening day in the college. Okay, for instance, five final year students bargained into a first year class and demanded money from students and warned the first year students of adverse consequences if they reported the matter to the principal. അപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അതിനൊരു ഇല്ലുസ്ട്രേഷൻ കൊടുക്കുന്നു. അതിനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നടന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ, ഒരു എക്സാമ്പിൾ ഒക്കെ സഹിതം കാര്യങ്ങൾ പറയുന്നതിനാണ് കേട്ടോ. പിന്നെ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, ഒരു കൺട്രോളിങ് ഐഡിയ ഓർ തീസിസ് ഇല്ലുസ്ട്രേഷൻ ഓഫ് വിച്ച് ഇസ് ഡൺ യൂസിങ് എക്സാമ്പിൾസ്. എന്താണ് കൃത്യമായിട്ടുള്ള അതിന്റെ സെൻട്രൽ ഐഡിയയും കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ സഹിതമാണ് പറയാം. എക്സാമ്പിൾസ് സെർവ്സ് ആസ് എവിഡൻസ് ഫോർ യുവർ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്ലെയിംസ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, എക്സാമ്പിൾ സഹിതമാണ് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക. യൂസ് ഓഫ് സ്പെസിഫിക് ആൻഡ് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾസ് ടു എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ടു സപ്പോർട്ട് ജനറലൈസേഷൻ. എന്താണ് കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിങ്ങൾ പറയുന്ന കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓഡിയൻസ് ടേക്കൻ ഇൻ ടു അക്കൗണ്ട് വൈൽ സെലക്ടിങ് എക്സാമ്പിൾസ്. ഓഡിയൻസിനെ കൂടി പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. യൂസ് ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് ക്ലെയിംസ്. എക്സാമ്പിൾസിനെ കുറിച്ച് തന്നെയാണ്, ആവശ്യത്തിൽ
ആവശ്യത്തിന് എന്ത് ചെയ്യുന്നു, എക്സാമ്പിൾസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. ഇമേജ്, ഗ്രാഫ്, ചാർട്ട് ഒക്കെ എന്ത് ചെയ്യുന്നു, ഓരോ ഡിസിപ്ലിൻ, ഇപ്പൊ സയൻസ് പഠിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് എന്താണ് കുറച്ചുകൂടി ടേബിൾ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ വരിക. പക്ഷെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആളുകൾക്ക് എന്താണ്, പിന്നെ എന്താണ്, ബാർ ഗ്രാഫ് ആയിരിക്കും കൂടുതൽ വരിക. അങ്ങനെ ഓരോ പിന്നെ സബ്ജക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യണം, ഇതിന്റെ രീതി മാറും എന്നുള്ളതാണ്. പിന്നെ എക്സാമ്പിൾസ് ആർ ഓർഗനൈസ്ഡ് യൂസിങ് എ പ്രോപ്പർ മെത്തേഡ്. ഇഫ് മോർ ദാൻ വൺ എക്സാമ്പിൾ is used, arrange them in the order of their importance or type. Sustains the point of view throughout the essay. എന്താണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾ എഴുതുന്നത് അത് എന്ത് ചെയ്യുന്നു, മുഴുവനായിട്ട് ആ എസ്സേയിൽ ഫോളോ ചെയ്യുന്നു. ട്രാൻസിഷൻ ഫ്രേസസ്, ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, to illustrate a case point in point is, here are a few example, in particular, specifically തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്. ഇൻ ദിസ് കേസ്, വൺ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ് അതുമായി ബന്ധപ്പെട്ട പിന്നെ ടോപ്പിക്സ് ആണ് ചേഞ്ചസ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ, അഡ്വാൻറ്റേജസ് ഓഫ് കീപ്പിംഗ് എ ജേർണൽ, ഹൗ ഡസ് ക്ലോത്തിങ് എൻഹാൻസ് യുവർ എക്സ്പീരിയൻസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി പിന്നെ ഇലിസ്ട്രേറ്റീവ് റൈറ്റിംഗ്, അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ഉദാഹരണങ്ങളൊന്നും നിങ്ങളോട് എക്സാമിൽ ചോദിക്കില്ല, നിങ്ങളൊന്ന് പഠിച്ച് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ആർഗ്യുമെന്റേഷൻ ആണ്. ആർഗ്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അത് പെർസുവേസീവ് റൈറ്റിംഗ് എന്നുള്ള പേരും അറിയപ്പെടുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ പറയുന്ന കാര്യം വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരെ ആ ഒരു രീതിയിലോട്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു വാദം നിങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ക്ലിയർ ആൻഡ് ലോജിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ഒരു പോയിന്റ് പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് സത്യമാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റുകളും കാര്യങ്ങളും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോജിക്കൽ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം അവതരിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആളുകൾ അത് വിശ്വസിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ടും നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനെ ഫാക്ട്സും ലോജിക്കലായിട്ട് ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലിബറൽ ആർട്സിലും ഹ്യൂമാനിറ്റീസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വേറെ ടൈപ്സ് ഓഫ് റൈറ്റിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറയുന്ന സമയത്തും അതിനുള്ള ക്ലെയിമും അതിനുള്ള സപ്പോർട്ടിങ് എവിഡൻസും റിലയബിൾ സോഴ്സസും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് മുന്നോട്ട് പോവുക. അല്ലാതെ എന്ത് ചെയ്യില്ല, ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് മുന്നോട്ട് പോവില്ല. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, അതുമായി ബന്ധപ്പെട്ട ഇറാഡിക്കേഷൻ ഓഫ് കുറച്ച് ടോപ്പിക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. ആർഗ്യുമെന്റിന് പറ്റിയ ടോപ്പിക്കുകൾ, നിങ്ങൾ എന്തെങ്കിലും കാര്യം പിന്നെ പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഒക്കെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ടോപ്പിക്കുകൾ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്. ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് for making India a superpower. Intercaste and interreligious love stories were rare in Malayalam cinema before 2000. അങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന് പറ്റിയ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി an argument essay consists of set of debatable statement. എന്താണ്, രണ്ടാളുകൾക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് ആർഗ്യുമെന്റ്സ് എന്തുണ്ടാവും, ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്നു, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, premises and conclusion. In a typical argument there is one conclusion and a minimum of one premise. Premises എന്താണെന്നുള്ളത് നോക്കാം. Premises are assertions that lead to a conclusion. ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്ന സമയത്ത് ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, അതായത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിനൊരു പ്രിമൈസസും കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ അനുമാനങ്ങളാണ്. ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തിക്കാനുള്ള അനുമാനങ്ങൾ, നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ചിന്തിച്ച് ഒരു അനുമാനത്തിൽ എത്തുന്നു. അതോടൊപ്പം തന്നെ അതെന്ത് ചെയ്യുന്നു, അതൊരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേർക്കുന്നു. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർഗ്യുമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു വാദം ഉന്നയിച്ച് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസോട് കൂടി നമ്മളത് സമർത്ഥിക്കുകയാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആർഗ്യുമെന്റേറ്റീവ് എസ്സേന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുക. സ്റ്റാൻഡ് പോയിന്റിൽ നിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിന് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷനും സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ
പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഒരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഒരു തീസിസ് ഇൻ ആൻ ആർഗ്യുമെന്റ് ഈസ് എ ക്ലെയിം ഓർ ആർഗ്യുമെന്റ് ദാറ്റ് ദി ഓതർ മേക്സ്. ആ ഓതർ ഉണ്ടാക്കുന്ന ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഓതർ ഉണ്ടാക്കുന്ന ഒരു ക്ലെയിം ആണെന്ത് ഇതിലെ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ the author's claim is only one approach to the issue of topic. There is a possibility that another person brings out a claim completely opposite to yours. അല്ലേ, നിങ്ങൾ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, വേറൊരു സ്റ്റാൻഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലേ, എല്ലാവരും ഇപ്പം നമ്മൾ പറയുന്നത് അംഗീകരിക്കണം എന്നൊന്നും ഇല്ല. Next one, the main aim of the author's claim is to persuade the readers to accept the views of the author. To make an argument acceptable, it needs to be clear, logical and convincing. എന്താണ് നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക, അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഓതറിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ലോജിക്കലായി ക്ലിയർ ആയിട്ട് കൺവിൻസിങ് രീതിയിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പറയണം. ദ ഓതർ ഹാസ് ടു ക്ലിയർലി മെൻഷൻ ദ റീസൺസ് ഫോർ ഹോൾഡിങ് ഹിസ് ക്ലെയിം ഓർ ആർഗ്യുമെന്റ്. ക്ലിയർ ആയിട്ടുള്ള പിന്നെ കാരണങ്ങൾ ബോധിപ്പിക്കണം. റീസൺസ് ഓഫ് ദി ആർഗ്യുമെന്റ് നീഡ് ടു ബി സപ്പോർട്ടഡ് വിത്ത് എവിഡൻസ്. അല്ലേ, എവിഡൻസോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ദ ഓതർ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ലിമിറ്റേഷൻ ഓഫ് ദ ക്ലെയിം ആൻഡ് പോസിബിൾ ആൻഡ് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ആൻഡ് ദ നീഡ് ടു ക്ലാരിഫൈ ഓർ ഡിഫെൻഡ് ദം. എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ലിമിറ്റേഷൻ ക്ലിയർ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ പോരായ്മകളെ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആർഗ്യുമെന്റ്സും ക്ലാരിഫൈയും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. പിന്നെ എ ക്ലെയിം കനോട്ട് ബി പ്രസന്റഡ് ആസ് എ ഫൈനൽ വേർഡ്. എന്താണ് ലാസ്റ്റ്, ഇതാണ് ഏറ്റവും ലാസ്റ്റ് വേർഡ്, അല്ലെങ്കിൽ ഇതിനപ്പുറം ഇനിയൊരു സത്യമില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കരുത്. പിന്നെ കാറ്റഗറിക്കൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇത് ഇനി വേറെ ആൾ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന രീതിയിലൊന്നും കാര്യങ്ങൾ പറയരുത്. എപ്പോഴും എന്ത് ചെയ്യണം, ക്ലെയിം നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ശരി ഇതാണ് എന്ന രീതിയിൽ, നമുക്ക് മനസ്സിലാക്കിയ രീതി ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയത് ഇതാണ് എന്ന രീതിയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ടു ഹാവ് യുവർ ക്ലെയിംസ് റെഫ്യൂട്ടഡ് ബൈ അനദർ റൈറ്റർ. ആസ് യു ഹാവ് ലോജിക് ഇൻ യുവർ ക്ലെയിം, ദ അതർ പേഴ്സൺ മേ ഹാവ് ദെയർ ലോജിക് ഫോർ ദ ക്ലെയിം. എന്താണ്, ഓരോ ആളുകൾക്ക് ഓരോ ലോജിക്കാണ് ഉണ്ടാകുക. അല്ലേ, ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യം വേറെ ആൾ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്, അതോടൊപ്പം തന്നെ വേറെ ആൾ പറയുന്ന കാര്യം നിങ്ങൾ തള്ളിക്കളയാനും സാധ്യതയുണ്ട്. ഇൻ സബ്ജക്ട് ലൈക്ക് ഹ്യൂമാനിറ്റീസ്, എവരി സബ്ജക്ട് മേ ബി ലുക്ക്ഡ് അറ്റ് ഫ്രം ഡിഫറെൻറ്റ് വാൻറ്റേജ് പോയിന്റ്. For instance, a poem, a novel or a drama can be interpreted by 5 different people in 5 different ways. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസിലൊക്കെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ഓരോ ആളുകളും മനസ്സിലാക്കുന്ന ഓരോ രീതിയിലായിരിക്കും. അല്ലേ, ഒരു കവിത തന്നെ എടുത്ത് പഠിച്ചു നോക്കി കഴിഞ്ഞാൽ അത് 5 ആളുകൾ 5 രീതിയിലായിരിക്കും മനസ്സിലാക്കുക. ഒരാളുടെയും സ്റ്റാൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ argumentative writing is probably the most democratic of all rhetorical modes, as it does not impose a singular perspective. Rather, it opens up more possibilities for further questioning claims and research on the topic. അതാണ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മൾ പഠിക്കുന്ന റെട്ടോറിക്കൽ മോഡിൽ ഏറ്റവും ജനാധിപത്യപരം എന്ന് പറയുന്നത്. കാരണം ഒരൊറ്റ കാര്യമാണ് ശരി എന്നുള്ളത് ഒരിക്കലും ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആളുകളുടെയും ക്ലെയിം അവരുടേതായ ശരികളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആർഗ്യുമെന്റേറ്റീവ് റൈറ്റ് അംഗീകരിക്കുന്നുണ്ട്. ഇനി അതിനെ പറ്റിയ കുറച്ച് എക്സാമ്പിൾസ് ആണ്. Is social media a bane or a boon? Is reading a dying habit in the digital age? Should death penalty be abolished? Can Indians survive without English? അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ എക്സാമ്പിൾസ് ഓഫ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് ആണ് നോക്കുക. ഓക്കെ, ഇതൊക്കെ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇതൊക്കെ ഐ തിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വൺ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എടുത്തിട്ട് തുലനം ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെടുത്ത് തുലനം ചെയ്ത് പഠിക്കുന്നു. അതായത് സെയിം സാധനങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്തിട്ടും പഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. സോ while writing an academic paper, you may be required to find out the similarity and difference between two subjects. The rhetorical mode that comes to your rescue during such situation is compare and contrast. And compare and contrast essay may examine two subjects by either comparing them, contrasting them, or both. അതായത് ഒരു രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ എ ബി എന്നുള്ള രണ്ട് അല്ലെങ്കിൽ എക്സ് വൈ എന്നുള്ള രണ്ട് കാര്യങ്ങൾ എടുക്കുന്നു. എന്തിനു ഇത് ചെയ്യുന്നു, അതിലെ സിമിലാരിറ്റികളും അതിൻ്റെ ഡിഫറൻസസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്ത് പഠിക്കുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അനലൈസിങ് സബ്ജക്റ്റ് ആണ്. ഓക്കെ,
പിന്നെ ഒരു മീനിങ് ഫുൾ വേയിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ depending on your assignment, you may either write a full-length compare and contrast essay or integrate compare and contrast essay which follows another rhetorical mode predominantly. അതായത് നിങ്ങളുടെ ഡിസിപ്ലിൻ അതായത് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടി വരും. ചിലപ്പോൾ അത് അവതരിപ്പിക്കേണ്ടത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള രൂപത്തിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ, നിങ്ങളുടെ പിന്നെ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കണമെന്നാണ് പറയുന്നത്. ഇനി അതിൽ വേണ്ട കുറച്ച് ഘടകങ്ങളാണ് പറയുന്നത്. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻ. അതായത് ഡിപ്പെൻഡിങ് ഓൺ the first method is discussing the similarities in one part of the essay and move on to the section on contrasting point of or difference. അതായത് ഇത് എഴുതുന്ന രീതികൾ 2 തരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് തരം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, സിമിലാരിറ്റീസ് ഒക്കെ ഒരു ഭാഗത്ത് എസ്സേയിൽ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ഭാഗത്ത് കോൺട്രാസ്റ്റിംഗ് പോയിന്റ്, അതായത് ഡിഫറൻസ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, 2 എലമെന്റ് അല്ലെങ്കിൽ 2 സബ്ജക്റ്റിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അതാണ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഐഡന്റിഫൈങ് ദ പോയിന്റ്, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ഏതൊക്കെ കാര്യങ്ങളാണ് കമ്പയറിനും കോൺട്രാസ്റ്റിനും പരിഗണിക്കേണ്ടത്. പിന്നീട് എന്ത് ചെയ്യുന്നു, അത് ഓരോ പോയിന്റ് എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യാണ്, ഓരോ കാര്യങ്ങളെടുത്തും അനലൈസ് ചെയ്യുന്നു. ദ ഫസ്റ്റ് ടൈപ്പ് കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗത്ത് കമ്പയറിങ്ങും ഒരു ഭാഗത്ത് കോൺട്രാസ്റ്റിങ്ങും ആണെങ്കിൽ അതിന് 4 പിന്നെ സെക്ഷൻസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഇൻട്രൊഡക്ഷൻ ആണ്, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ കമ്പയറും കോൺട്രാസ്റ്റും ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് കമ്പാരിസൺ, അതിൻ്റെ സിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ കോൺട്രാസ്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, എടുത്ത് പറയുന്നു. പിന്നീട് നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുന്നു. ഇനി സെക്കൻഡ് ടൈപ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ് 1, സെക്കൻഡ് ബോഡി പാരഗ്രാഫ്, തേർഡ് ബോഡി പാരഗ്രാഫ്. കാരണം നിങ്ങൾ ഓരോ ഫസ്റ്റ് പോയിന്റ് എന്ത് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും എടുത്ത് ഡിസ്കസ് ചെയ്യാന്ന്. ഇപ്പോൾ കമ്പയർ ചെയ്യുന്നതും കോൺട്രാസ്റ്റ്, ഡിഫറൻസ് ആണെങ്കിലും സിമിലാരിറ്റീസ് ആണെങ്കിലും ഓരോ പോയിന്റ് എടുത്തിട്ടും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ സബ്ജക്റ്റ് ഡിമാൻഡ്സ് അനുസരിച്ച് അതിൻ്റെ നമ്പർ ഓഫ് പാരഗ്രാഫ് കൂടേണ്ടി വരും, ചിലപ്പോൾ കുറയേണ്ടി വരും. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പിന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് കേട്ടോ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഈ ഒരു ഭാഗത്ത് പിന്നെ കമ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൊടുത്തിട്ടുള്ളത്. കമ്പാരിസന് വേണ്ടിയിട്ട് ഇവിടെ കോൺട്രാസ്റ്റിന് വേണ്ടി ആൾസോ, അനദർ ഡിഫറൻസ്, അനദർ സിമിലാരിറ്റി, ബി സിമിലർ, ബോത്ത്, ബട്ട്, by comparison, conversely, however, in a similar fashion, in comparison, in contrast, just like, likewise, neither എന്നുള്ളതൊക്കെ. പിന്നെ ഇവിടെ not only, on the other hand, one difference, one similarity, similar to, similarly, to be alike, to be different, to be dissimilar to be the same as, to be unlike, to compare both, to differ from, unlike, whereas, while എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഇനി അതിനെ പറ്റിയ ടോപ്പിക് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിനെ പറ്റിയ ടോപ്പിക്കാണ്. അർബൻ കോളേജസ് ആൻഡ് റൂറൽ കോളേജസ്, ക്ലീൻനെസ് ഓഫ് 2 ഡിഫറെൻറ്റ് സിറ്റീസ്, വെഹിക്കിൾ വേരിയൻസ്, LED TV ആൻഡ് LCD TV, CBC ആൻഡ് സ്റ്റേറ്റ് ബോർഡ്, ലാപ്ടോപ്പ് ആൻഡ് ഡെസ്ക്ടോപ്പ്, ബുക്ക് റീഡേഴ്സ്. ഒരുപാടുണ്ട്, ഞാൻ ചിലത് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് വായിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എസ്സേസും കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. ഇനി നെക്സ്റ്റ് വൺ കോസ് ആൻഡ് എഫക്റ്റ് ആണ്. കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു കാര്യം പറയുന്നു, അതിൻ്റെ കാരണം പറയുന്നു, അതിൻ്റെ എഫക്റ്റും പറയുന്നു. അതാണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, അതിൻ്റെ കാരണം പറയുന്നു, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും പറയുന്നു. അതാണ്. സോ ചില സമയത്ത് എന്ത് വരും, യു മേ റിക്വയർ ടു ഇൻകോർപ്പറേറ്റ് cause and effect analysis, and depending on your major subject you may even be asked to produce an essay following cause and effect. If you are pursuing business studies, you may get an assignment asking you to analyze the reasons for particular consumer behavior, resultant effects on sales of certain products. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ എഴുത്തിൻ്റെ രീതികളൊക്കെ മാറേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതായത് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാരണങ്ങളും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ ഈ ഭാഗത്ത് ചെയ്യുന്നത് കേട്ടോ. ഇനി സാമ്പിൾ കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡിഡ് ദ ഗവൺമെന്റ് ഡിമോണിറ്റൈസ് ഹൈ ഡിനോമിനേഷൻ നോട്ട്സ്? വാട്ട് ഡു യു തിങ്ക് ആർ ദി ഇമ്പാക്ട്സ് ഓഫ് ദിസ് ഡിസിഷൻ? അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കാരണങ്ങൾ പറയുന്നു, അതിൻ്റെ ഇമ്പാക്ട്സ്, അതാണ് ഇഫക്റ്റും പറയുന്നു.
വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ പുവർ എംപ്ലോയബിലിറ്റി ഓഫ് ഗ്രാജുവേറ്റ്സ് ഇൻ ഇന്ത്യ ടുഡേ? അതിന്റെ കോസ്, കാരണങ്ങളാണ് ഈ ഭാഗത്ത് പറയേണ്ടത്. ഹൗ ഡു യു ആസ് ദ ഇമ്പാക്ട്, അതിന്റെ ഇഫക്റ്റ്. അപ്പൊ കാരണങ്ങളും അതിന്റെ ഇഫക്റ്റും പറയുന്നതാണ് കോസ് ആൻഡ് ഇഫക്റ്റ് എന്നുള്ളത്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ the very nature of the questions given in the sample questions above make it mandatory for you to inquire for reasons or explains. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ മുകളിൽ കിട്ടിയ ക്വസ്റ്റ്യൻസിൽ അധികം അതിനെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോസ് ചോദിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്പ്ലെയിൻ ആൻഡ് എഫക്റ്റും ചോദിക്കുന്നുണ്ട്. അപ്പോൾ യു ഫോളോ ദ സ്റ്റൈൽ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എക്സ് വെൻ യു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഗിവിംഗ് എംഫസിസ് ഓൺ എക്സ്പ്ലെയിനിങ് ദ റീസൺസ് ഓർ assessing the impacts of the issues raised in the questions. This type of writing is also known as casual analysis. Causal analysis. Causal analysis എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. A cause and effect essay deals with causes, effects, both causes and effects of an issue, a phenomenon or event. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കോസൽ അനാലിസിസ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്, കോസസ് ഉണ്ട്, ഇഫക്ട്സ് ഉണ്ട്, ബോത്ത് കോസസ് ആൻഡ് ഇഫക്റ്റും വരുന്നുണ്ട്. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ഏതൊക്കെ വാക്കുകളാണ് ഇതിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കോസ് ആൻഡ് എഫക്റ്റ് എന്നുള്ളത്. Accordingly, as a result, because, consequently, due to, for this reason, hence, if, then, in order to, maybe, due to, nevertheless, not only but also, since, therefore, this led to, thus, yet തുടങ്ങിയ വാക്കുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി അതിനെ പറ്റിയ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വായിച്ചു നോക്കാം. ഓക്കെ, ഞാനതൊക്കെ വായിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് സമയം വേണ്ടി വരും. ഓക്കെ, അതാണ് ഞാനിതൊന്നും വായിക്കാത്തത് കേട്ടോ. ഇനി ലാസ്റ്റ് വൺ ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ദ വേർഡ് ടു ബി ഡിഫൈൻ മേ റെഫർ ടു ആൻ ഒബ്ജക്റ്റ്, ആൻ ഐഡിയ, ആൻ കോൺസെപ്റ്റ്, എ ടൈപ്പ്, പേഴ്സൺ, എ പ്ലേസ് ഓർ ഫിനോമിനൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നിങ്ങൾ ചിലപ്പോൾ ഡെഫിനിഷൻ കൊടുക്കും. ഇപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും എന്ത്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് പിന്നെ ഫോട്ടോസിന്തസിസ്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതൊക്കെ ഡെഫിനിഷനാണ് അല്ലേ, നിങ്ങൾ ഡിഫൈൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചില സമയത്ത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ടൊന്നും എഴുതേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ചില സമയത്ത് എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കും, ഡിഫൈൻ ദ ടേം മെയിൽ ഗേസ്, എക്സ്പ്ലെയിൻ പേഴ്സോണിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ, ഹൗ ഡു യു ഡിഫൈൻ ന്യൂ മീഡിയ, ഫോട്ടോസിന്തസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങളൊരു പാരഗ്രാഫിലാണ് ഉത്തരങ്ങൾ എഴുതാറുള്ളത് അല്ലേ. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോർ റൈറ്റിംഗ് ഡെഫിനിഷൻ. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ ഓഡിയൻസ് ഈസ് ക്രൂഷ്യൽ ടു റൈറ്റിംഗ് ഡെഫിനിഷൻ. ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പിന്നെ അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളതിൽ ഒരു അസൈൻമെൻറ്റ് വലിയ പ്രൊജക്റ്റ് ആയിട്ടാണ് എഴുതണമെങ്കിൽ അതിൻ്റെ ടോൺ ഓഫ് യുവർ പേപ്പർ കൃത്യം മനസ്സിലാക്കുക. ഒബ്ജക്റ്റീവ് ടോൺ ഈസ് സൂറ്റബിൾ വെൻ യു ആർ റൈറ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡെഫിനിഷൻ. അതായത് ഒരു വസ്തുനിഷ്ഠമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിരിക്കണം നിങ്ങളുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, യു മേ ഡിഫൈൻ എ ടേം വിച്ച് ഈസ് ഓൾറെഡി ഡിഫൈൻ ബൈ മെനി പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് വൈസ് ഓർ എ ടേം യു കോയിൻഡ് യുവർ സെൽഫ്. ചില സമയത്ത് നിങ്ങൾ ഡെഫിനിഷൻ കൊടുക്കുന്നത് ബാക്കിയുള്ള ആളുകൾ പറഞ്ഞ അതേ രീതിയിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. സോ ഇഫ് യു ആർ ഡൂയിങ് ദ ഫോമർ യു മേ ഹാവ് ടു സ്പെസിഫൈ വിച്ച് ഓഫ് ദി വെൽ നോൺ ഡെഫിനിഷൻ യു ആർ ഫോളോയിങ്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ ഡെഫിനിഷനാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം ഏത് ഡെഫിനിഷനാണ് നിങ്ങൾ, അതായത് അക്കോർഡിംഗ് ടു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു എന്ന രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. വെൻ യു ആർ അറ്റംപ്റ്റിംഗ് ഫോർ ദ ലേറ്റർ, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ഡെഫിനിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ യു നീഡ് ടു ബി അവെയർ ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ നോളജ്. നിങ്ങൾ പുതിയൊരു നോളജ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു ബോധത്തോടു കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങളത് എഴുതേണ്ടത്. ആൻഡ് അഡിക്വേറ്റ് കെയർ ഷുഡ് ബി ടേക്കൻ ടു മേക്ക് യുവർ ഡെഫിനിഷൻ ലോജിക്കൽ ആൻഡ് ക്ലിയർ. നല്ല ശ്രദ്ധയോട് കൂടി മാത്രമേ നിങ്ങൾ ആ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി തേർഡ് പോയിന്റ് എന്താണ്, സം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓൺ ദ ടേം യു ആർ ട്രൈങ് ടു ഡിഫൈൻ വിൽ എൻറിച്ച് യുവർ ഡെഫിനിഷൻ റൈറ്റിംഗ്. ഓക്കെ, നിങ്ങൾ എഴുതാൻ പോകുന്ന ഡെഫിനിഷൻ അതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും കൂടി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് എ ടേം ഇൻ വൈഡ് കറൻസി ഇൻ യുവർ ഡിസിപ്ലിൻ ഓർ അക്രോസ് ഡിസിപ്ലിൻ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ട്രേസ് ദി origin of the terms and its diverse applications. To do this, you can ask such questions: how long has this term been in use? Who used this term for the first time? If it's
യുവർ ഓൺ കോയിനേജ് യു നീഡ് ടു എക്സ്പ്ലെയിൻ ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദി കോയിനേജ്. നിങ്ങൾ പുതിയൊരു വാക്കുകൾ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ടേംസ് അല്ലേ, ചില ടേംസ് വാക്കുകളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആര് ഉപയോഗിച്ച വാക്കാണിത്, അല്ലെങ്കിൽ ഏത് ബുക്കിലാണ് ഈ വാക്ക് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡെഫിനിഷനിൽ നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു വാക്ക് അവതരിപ്പിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഇപ്പം എന്താണ് പുതിയതായിട്ട് ഇപ്പം ന്യൂ നോർമൽ എന്ന് പറഞ്ഞിട്ടൊരു വാക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, കൊറോണയ്ക്ക് ശേഷം ഒരു ന്യൂ നോർമൽ. അപ്പോൾ പുതിയതായിട്ടൊരു വാക്ക് നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ വാക്ക് അവതരിപ്പിച്ചത്, എന്തുകൊണ്ടാണ് ആ കോയിനേജ് എത്തിയത് എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഇനി നെക്സ്റ്റ് വൺ, സർട്ടൺ ടേംസ് മേ ഹാവ് ഡിഫറെൻറ്റ് യൂസസ് ഡെഫിനിഷൻ ഇൻ ഡിഫറെൻറ്റ് discipline apart from its plain dictionary meaning. For example, that culture as used in anthropology, literature, agriculture, medicine and other subjects has different meaning. അതായത് ഓരോ സബ്ജക്റ്റിലും ഒരു വാക്കിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ഡിസിപ്ലിനുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓരോ പിന്നെ വിഷയത്തിലും ലിറ്ററേച്ചറിലും അഗ്രികൾച്ചറും മെഡിസിനിലൊക്കെ ഓരോ അർത്ഥങ്ങളാണ് വരുന്നത്. പിന്നെ സ്റ്റാർട്ട് വിത്ത് അനലൈസിങ് ദ വേർഡ് ടു ബി ഡിഫൈൻഡ്. കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, നിങ്ങൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് കൃത്യമായിട്ട് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ഡിഫൈന് ചെയ്യാൻ പാടുള്ളൂ. ഗിവ് ദ ഡിക്ഷണറി മീനിങ് ഓഫ് ദ വേർഡ് വെർ എവർ പോസിബിൾ. ഓക്കെ, ഡിക്ഷണറി മീനിങ് ആണ് കൊടുക്കേണ്ടത്, നിങ്ങളെ സ്വന്തമായിട്ട് മീനിങ് ഒന്നും ഒരു വാക്കിനും കൊടുക്കരുത്. എറ്റിമോളജിക്കൽ ഡിക്ഷണറി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഒറിജിൻസ് ഓഫ് ദ വേർഡ്. നിങ്ങൾ എന്തെങ്കിലും വാക്കുകൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എറ്റിമോളജി, അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് എറ്റിമോളജിക്കൽ ഡിക്ഷണറി എന്ന് പറയുന്നത്. അതിൻ്റെ വാക്കിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഡിക്ഷണറിയിൽ ചില ഡിക്ഷണറിയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ഡിക്ഷണറി പിന്നെ റെഫർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ഡെഫിനേഷൻ എഴുതുക എന്നുള്ളതാണ്. പിന്നെ എക്സംപ്ലിഫൈ ഓർ ഇല്ലുസ്ട്രേറ്റ് ദ മീനിങ് വെറെവർ പോസിബിൾ. ആവശ്യമുള്ളിടത്ത് മീനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എക്സാമ്പിൾസ് ഓഫ് ഡെഫിനേഷൻ ആണ്, വായിച്ചു നോക്കുക കേട്ടോ. ഒരു 2-3 ഡെഫിനേഷൻ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി പ്രോസസ് അനാലിസിസ് ആണ്. പ്രോസസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രോസസ്സ് അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി എഴുതുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു സാധനം, ഒരു ലാപ്ടോപ്പോ മൊബൈലോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും, ഹൗ ടു സ്വിച്ച് ഓൺ അല്ലേ, എങ്ങനെയാണ് അത് ആദ്യമായിട്ട് ഹൗ ടു പവർ ഓൺ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഒരു വാഷിംഗ് മെഷീനോ ടി വി ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഒരു യൂസർ മാനുവലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ എന്താണ് എപ്പോഴും പിന്നെ പ്രോസസ് അനാലിസിസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നെ പ്രോസസ് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസസ് അനാലിസിസ് എഴുതുന്നത്. അതിൽ തന്നെ ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസ് ഉണ്ട്, ഇൻഫോർമേഷണൽ പ്രോസസ് അനാലിസിസ് ഉണ്ട്. ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അതാണ് യൂസർ മാനുവൽ ഫോർ ഗാജറ്റ്, കുക്ക് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക്, ഹൗ ടു അസംബിൾ എ കമ്പ്യൂട്ടർ, ഹൗ ടു റിപ്പയർ എ വാച്ച്, ഹൗ ടു സർവൈവ് ആൻ എർത്ത് ക്വേക്ക്, ഹൗ ടു റൈറ്റ് ആൻ എസ്സേ. അതൊക്കെ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മറ്റേതൊന്ന് ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ഹൗ വോൾക്കാനോസ് ഇറപ്റ്റ്, ഹൗ എ കമ്പ്യൂട്ടർ വർക്ക്, ഹൗ ഓയിൽ ഈസ് റിഫൈൻഡ്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഹൗ എയർപ്ലെയിൻ ഫ്ലൈ, ഹൗ ബീസ് മേക്ക് ഹണി, ഹൗ കാർ എൻജിൻസ് വർക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ എന്താണ്, ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിനുള്ള ഉപയോഗിക്കുന്ന ഫ്രേസസ് ആണ് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോർ ദ സെക്കൻഡ് സ്റ്റെപ്പ്, furthermore, initially, most importantly, next, simultaneously, subsequently, crucially, concurrently, before, at the same time, afterwards, after this തുടങ്ങിയ വാക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു, പ്രോസസ് അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ, ഒരുപാട് പിന്നെ വസ്തുക്കൾ അല്ലെങ്കിൽ ഡാറ്റ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവും. അതെന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ ആക്കുന്നു. അതായത് ഏജിൻ്റെ ബേസിൽ, സെക്സിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ പിന്നെ ക്ലാസിൻ്റെ ബേസിൽ അല്ലേ, 1ാം ക്ലാസ് 2 ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, ജെൻഡറിൻ്റെ ബേസിലൊക്കെ എന്ത് ചെയ്യുന്നു, ഓരോ ക്ലാസ് ആക്കിയിട്ട് നമ്മൾ എടുത്ത് പഠിക്കുന്നതിനാണ് ഈ ഒരു എന്താണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അതിന് പറ്റിയ ടോപ്പിക്സ് നോക്കൂ. ഡ്രസ് സ്റ്റൈൽ ഓഫ് കോളേജ്, ഹോബീസ്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കാനുള്ള എളുപ്പത്തിന് ക്ലാസിഫിക്കേഷൻ ആക്കുകയാണ്. നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, തരം തിരിച്ച് പഠിക്കുകയാണ്. എഡ്യൂക്കേഷൻ റിസോഴ്സ് അവൈലബിൾ ഓൺലൈൻ, പ്ലഷർ ട്രിപ്സ് ആൻഡ് വെക്കേഷൻ, റിയാലിറ്റി ഷോസ് ആൻഡ് ടെലിവിഷൻ സ്റ്റഡി ഹാബിറ്റ്, വീഡിയോ ഗെയിംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ തന്നെ
ക്ലാസിഫിക്കേഷൻ ആക്കുകയാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഒരു സാധനം ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് സെയിം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് പാലിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓരോ വിഭാഗത്തിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കണം ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടത്. എക്സാമ്പിൾസും എക്സ്പ്ലനേഷനൊക്കെ എന്ത് ചെയ്യണം, ഓരോ കാറ്റഗറിൻ്റെ ഒപ്പം കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ലാസിഫൈ ചെയ്ത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയണം. പിന്നെ ദ ഫസ്റ്റ് ടൈപ്പ്, കൈൻഡ്, ക്ലാസ്, അങ്ങനത്തെ വേർഡ്സൊക്കെ എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ്റെ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റിവ്യൂ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. കുറച്ച് വലിയ ചാപ്റ്ററാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് അധികം നീണ്ടുപോയി എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഇതിൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷ വരാൻ സാധ്യതകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എക്സാമ്പിൾസൊക്കെ പറയാത്തത് അതിന് ഒരുപാട് സമയം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ പോയിന്റ്സ് ടു റിമെമ്പർ ഒന്ന് ലാസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും താങ്ക് യു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.